ഇപ്പോൾ നേരത്തെ തൊഴിൽ സമ്മർദ്ദത്താൽ മരണപ്പെട്ട അന്നയുടെ വീട് ഇപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി സന്ദർശിക്കുകയാണ്. നമ്മൾ ആ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിലെ തൊഴിൽ സമ്മർദ്ദത്തെ തുടർന്ന് ആണ് ആ കുട്ടി മരണപ്പെട്ടത്. വലിയ വിമർശനവും വലിയ ചർച്ചയുമായ ഒരു വിഷയം കൂടിയാണ് അത്. നമ്മുടെ മുൻപിൽ അത് വലിയൊരു വേദനയായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അന്നയുടെ വീട് ഇപ്പോൾ RSS ആ വീട് ഇപ്പോൾ സന്ദർശിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ വനിതാ കമ്മീഷൻ അധ്യക്ഷ സതീദേവി സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ തത്സമയം നമ്മൾ കൊച്ചിയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു അന്ന എന്ന് പറയുന്ന പെൺകുട്ടി, നമുക്കറിയാം. പക്ഷേ വലിയ തൊഴിൽ സമ്മർദ്ദം, അമിതമായ ജോലിഭാരം അവിടെ നേരിടേണ്ടി വന്നു. പല ഘട്ടത്തിലും അത് അഡ്രസ്സ് ചെയ്തിട്ടും ശരിയായ നടപടികൾ ഉണ്ടായില്ല. ഒരു ഘട്ടത്തിലും വിശ്രമം പോലും ഇല്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ അന്നയ്ക്ക് അനുഭവപ്പെടേണ്ടി വന്നത്. അത് വലിയ സങ്കടമായി നമ്മുടെ മുന്നിൽ ഉണ്ടായി. പിന്നീട് അത് വാർത്തയായി പുറത്തു വന്നതോടെയാണ് ഇത്തരത്തിലൊരു തൊഴിൽ സമ്മർദ്ദം, തൊഴിൽ പീഡനം ആ സ്ഥാപനത്തിൽ നടക്കുന്നു എന്ന വിവരം പുറത്തേക്ക് അറിയുകയും അത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തത്. കേരളം ഒന്നടങ്കം അന്നയുടെ കുടുംബത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ അവിടെ സന്ദർശിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള തൊഴിൽ സമ്മർദ്ദങ്ങൾ, തൊഴിൽ പീഡനങ്ങൾ നടക്കുന്നുണ്ടോ, പലയിടങ്ങളിലും നടക്കുന്നുണ്ട് എന്നത് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം പലയിടങ്ങളിൽ നിന്ന് കേൾക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള അതിനെതിരെ നടപടികൾ വേണമെന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടതാണ്. ഇവിടെ ഈ EY കമ്പനി, അതായത് ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും മോശം പെരുമാറ്റം, അതായത് ആ കുട്ടി പരാതി നൽകി അതിൻ്റെ കൂടെയുള്ള ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർ പലവട്ടം അതിൻ്റെ മേധാവിമാർക്ക് HR വിഭാഗത്തിനടക്കം മെയിലുകൾ അയച്ചിരുന്നു. പക്ഷേ മറുപടി ഉണ്ടായില്ല. പലപ്പോഴും ഈ പരാതി പറയുന്നവർ അല്ലെങ്കിൽ ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്കെതിരെ പ്രതികാര നടപടികളാണ് ഉണ്ടായിരുന്നതെന്ന വിവരമായിരുന്നു നമ്മൾ അവിടെ നിന്നൊക്കെ കേട്ടത്, സഹപ്രവർത്തകരുടെ വാക്കുകളിൽ നിന്ന് കേട്ടത്. അപ്പോൾ അത്തരത്തിൽ ഒരു ലോകമറിയുന്നൊരു സ്ഥാപനം കൂടിയാണ് EY എന്ന് പറയുന്നത്, ഏണസ്റ്റ് ആൻഡ് യങ് എന്ന് പറയുന്നത്. അത്തരമൊരു സ്ഥാപനത്തിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള പല ഇടങ്ങളിലെയും കഥ പറയേണ്ടതുണ്ടോ എന്നാണ് നമ്മൾ അന്ന് നമ്മുടെ മുൻപിലേക്ക് വന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം. പലയിടങ്ങളിലെയും കഥകളെക്കുറിച്ചൊന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം പറയുന്നത് നമ്മൾ കേൾക്കുകയും ചെയ്തതാണ്. ആ കുടുംബത്തിന് ആശ്വാസം പകർന്നുകൊണ്ട് ഇപ്പോൾ അവിടെ സന്ദർശിക്കുകയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ. നമ്മളതിൻ്റെ തത്സമയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സതീദേവി പുറത്തു വരുമ്പോൾ ഈ വിഷയത്തിൽ സംസാരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുടുംബം അന്നയ്ക്ക് ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് പി സതീദേവിയോട് വിശദീകരിക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമായിരുന്നു. കാരണം വളരെ ചെറുപ്രായത്തിൽ ഏറ്റവും മിടുക്കിയായിരുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ജീവിതം അവസാനിച്ചു പോകുന്നത് ഏറെ സങ്കടത്തോടെയാണ് നമ്മൾ കേട്ടത്. ആ ജീവിതം, ആ കുട്ടി മരണപ്പെടുന്നതിൻ്റെ പുറകിലെ യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് തൊഴിൽ സമ്മർദ്ദം, അതല്ലെങ്കിൽ തൊഴിൽ പീഡനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. വിശ്രമം പോലും ഇല്ലാതെ 24 മണിക്കൂറും ജോലി എടുക്കേണ്ടി വന്ന ഒരു മിടുക്കിയായ ഒരു ചെറു പെൺകുട്ടിക്കുണ്ടായ ദുരന്തമാണ് ഈ വാർത്ത. അതാണ് നമ്മളെ ഏറ്റവും സങ്കടപ്പെടുത്തിയതും നമുക്ക് ഏറെ വിഷമമുണ്ടാക്കിയതുമാണ്. അന്ന് കേരളം ഒന്നടങ്കം ആ കുട്ടിയുടെ കുടുംബത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. മന്ത്രിമാരും CPIM സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ അവിടെ എത്തുകയും അന്നയുടെ കുടുംബത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ അവിടെ സന്ദർശിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേരുകയാണ്, കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് അന്നയുടെ മാതാവ് പി സതീദേവിയോട്. നമ്മളതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലെ അന്നയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. പൂനെയിലെ ഓഫീസിലായിരുന്നു ആ കുട്ടി ജോലി ചെയ്തിരുന്നത്. ഒരു ലീവ് പോലും എടുക്കാൻ പറ്റാതെ, ഓഫ് പോലും കിട്ടാതെ ആഴ്ചയിൽ 7 ദിവസവും അമിതമായ ജോലി. അതിൽ ഒരു ജോലി സമയം പോലും നിശ്ചയമായിട്ടും ഉണ്ടായിരുന്നില്ല. താമസ സ്ഥലത്ത് തിരികെ എത്തിയാലും വീട്ടിലിരുന്നും ജോലി ചെയ്യേണ്ടി വരുന്ന ഏറ്റവും ദുസ്സഹമായ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഇമെയിലിലൂടെ അതിൻ്റെ നേതൃത്വത്തെ അറിയിച്ചതാണ്. പക്ഷേ മറുപടി ഉണ്ടായില്ല. ഒപ്പം തന്നെ ആ കുട്ടിയുടെ സഹപ്രവർത്തകർ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചതാണ്. അവിടെയും നടപടി ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഈ വിഷയം നമ്മൾ വളരെ ഗൗരവത്തോടെ അഡ്രസ്സ് ചെയ്യപ്പെട്ടു പോകേണ്ട ഒന്ന് തന്നെയാണ്. കാരണം 8 മണിക്കൂർ തൊഴിൽ സമയം എന്നത് ലോകമെമ്പാടും നിജപ്പെടുത്തിയ ഒരു തൊഴിൽ സമയം കൂടിയാണ്. അത് പാലിക്കപ്പെടുന്നുണ്ട് എന്ന് പറയേണ്ട ഗൗരവതരമായ ഉത്തരവാദിത്വം ഇവിടെ ഈ നാട് ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനടക്കമുണ്ട്. കേന്ദ്ര ധനമന്ത്രി ആ കുട്ടിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് ഏറ്റവും മോശമായ രീതിയിൽ സംസാരിക്കുന്നത് നമ്മുടെ മുൻപിൽപ്പെട്ടതാണ്. തൊഴിൽ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ, അത് വീട്ടിൽ നിന്ന് ശീലിക്കണം, ഇത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. അതല്ലാതെ ഈ കമ്പനിക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ അവർ തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ
ആ കമ്പനിക്കെതിരെ, ആ കുട്ടിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തിനെതിരെ ഒരു വാക്കുപോലും സംസാരിക്കാൻ കേന്ദ്രത്തിൻ്റെ ധനമന്ത്രി തയ്യാറാകാതിരുന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോടുള്ള സമീപനം, അതിൻ്റെ മുതലാളിമാരോടുള്ള സമീപനം എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഉദാഹരണം കൂടിയായിരുന്നു നമ്മൾ അന്ന് നിർമ്മലാ സീതാരാമൻ്റെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടത്. പക്ഷേ ഇത് ഗൗരവത്തോടെ അഡ്രസ്സ് ചെയ്യപ്പെട്ടു പോകേണ്ട വിഷയം തന്നെയാണ്. നമ്മൾ ഈ തൊഴിൽ സ്ഥാപനങ്ങളിലൊക്കെ, വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഈ തൊഴിൽ സമയം 8 മണിക്കൂറായി നിജപ്പെടുത്തിയത് തൊഴിലാളികളുടെ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ്. ലോകമെമ്പാടും കണ്ട തൊഴിൽ സമരങ്ങൾക്കൊടുവിലാണ്, തൊഴിലാളികളുടെ മഹാസമരങ്ങൾക്കൊടുവിലാണ് തൊഴിൽ സമയം നിജപ്പെടുത്തിയത്. തൊഴിലാളി സംഘടനകളെയൊക്കെ ആക്ഷേപിക്കുന്ന ആളുകൾ ഒന്ന് കണ്ടുപഠിക്കണം. നമുക്കറിയാം, ഇപ്പോൾ IT മേഖലയിൽ പോലും തൊഴിലാളി സംഘടനകൾ വരുന്നൊരു കാലം കൂടിയാണ്. ഇപ്പോൾ ബംഗളൂരുവിലൊക്കെ CITUവിൻ്റെ നേതൃത്വത്തിൽ അവിടെ IT മേഖലയിലടക്കം തൊഴിൽ സംഘടനകളുണ്ട്. നേരത്തെ IT സ്ഥാപനങ്ങളിലെ സമയം 14 മണിക്കൂറാക്കണമെന്ന നിർദ്ദേശം വന്നപ്പോൾ അവിടെ വലിയ പ്രതിഷേധം ഉയർന്നത് കണ്ടതാണ്. പിന്നീട് കർണാടക സർക്കാരിനടക്കം അതിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്നത് നമ്മൾ കണ്ടതാണ്. അതായത് തൊഴിലാളി സംഘടനകളുടെയൊക്കെ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ ഈ മുതലാളിമാർ പറയുന്ന സമയം മുഴുവൻ ജോലി എടുക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് നാട് പോകുമായിരുന്നു. അപ്പോൾ അതൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴാണ് തൊഴിലാളി സംഘടനകളടക്കം പല ഘട്ടങ്ങളിൽ പലരും അധിക്ഷേപിച്ച് സംസാരിക്കുന്നത് നമ്മൾ കാണാറുള്ളത്. ഏതായാലും ഒരു വലിയ ദുരന്തമാണ് ആ കുട്ടിക്ക് സംഭവിച്ചത്, ആ കുടുംബത്തിനുണ്ടായത്. ആ കുടുംബത്തിന് ആശ്വാസം പകരുക എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. സ്റ്റാർട്ടിംഗ് പ്രോഡക്റ്റ് ആണ് ഡിലോയിറ്റിലൂടെ ചെന്നൈയിൽ കിട്ടിയത്.